7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ആസിഡ്സ് ആൻഡ് ബേസസ് അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ യൂണിറ്റിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം നമുക്ക്. വാട്ട് ആർ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ? എന്താണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ബോത്ത് ആസിഡ് ആൻഡ് ബേസ്. ആസിഡിനെയും ബേസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററാണ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ സൂചകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ, സാർവത്രിക സൂചകം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം ബേസിനെ ആസിഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് കഴിയും. ഏതുപയോഗിച്ച്? യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്? ആസിഡിൻ്റെയും ബേസിൻ്റെയും കോമൺ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ ആണല്ലോ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ആസിഡിൻ്റെ കോമൺ പ്രോപ്പർട്ടീസ് ആണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് സോർ ടേസ്റ്റ് എന്ന് വെച്ചാൽ പുളിരുചിയുണ്ട്. ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്, ആ ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നു? റെഡ് ആക്കി മാറ്റുന്നു. റിയാക്ട്സ് വിത്ത് ദ മെറ്റൽസ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ, മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തു. ആര്? ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. റിയാക്ട്സ് വിത്ത് ദ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഇത് മൂന്നെണ്ണമാണ് ആസിഡിൻ്റെ കോമൺ പ്രോപ്പർട്ടീസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ബേസിൻ്റെ കോമൺ പ്രോപ്പർട്ടീസ് ആണ് നോക്കുന്നത്. ഒന്ന് ആൽക്കലൈൻ ടേസ്റ്റ്. ആൽക്കലൈൻ ടേസ്റ്റ് എന്ന് വെച്ചാൽ കാരരുചി. ആൽക്കലൈൻ ടേസ്റ്റ് അതായത് കാരരുചിയുണ്ട്. ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ, റെഡ് ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കി മാറ്റുന്നു? ബ്ലൂ കളറാക്കി മാറ്റുന്നു. ദെൻ സ്ലിപ്പറി എന്ന് വെച്ചാൽ നല്ല വഴുവഴുപ്പുള്ളത്. അപ്പോൾ ഇത് മൂന്നെണ്ണമാണ് ബേസിൻ്റെ കോമൺ പ്രോപ്പർട്ടീസ്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ സോർ ടേസ്റ്റ് ഓഫ് കർഡ്? തൈരിന്റെ സോർ ടേസ്റ്റിന്റെ റീസൺ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. തൈര് നമ്മൾ കഴിക്കുമ്പോൾ കർഡ് എന്ന് വെച്ചാൽ തൈര് അല്ലേ? തൈര് എന്ന് പറയുന്നത് ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണ് അല്ലേ? ഭക്ഷ്യവസ്തുവാണ്. അത് എവിടെ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഫ്രം മിൽക്കിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഭക്ഷ്യവസ്തു, ഫുഡ് പ്രോഡക്റ്റ് ആണ് കേർഡ് എന്ന് പറയുന്നത്. എ ലിറ്റിൽ കേർഡ് ഈസ് ആഡഡ് ടു മിൽക്ക് ഫോർ കൺവേർട്ടിംഗ് ഇറ്റ് ഇൻ ടു കേർഡ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇച്ചിരി കർഡ്, എ ലിറ്റിൽ കർഡ്, വളരെ കുറച്ച് കർഡ് ആഡഡ് ടു മിൽക്ക്. എവിടെ ആഡ് ചെയ്യുന്നു? മിൽക്കിൽ ആഡ് ചെയ്യുന്നു. എന്തിനാണ്? ഈ മിൽക്കിനെ കർഡാക്കി മാറ്റാൻ. ഫോർ കൺവേർട്ടിംഗ് ഇറ്റ് ഇൻ ടു കർഡ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മിൽക്കാണ്. അപ്പോൾ ഫോർ കൺവേർട്ട് ചെയ്യാൻ എന്തിനെ? ഇറ്റ് എന്ന് വെച്ചാൽ അവിടെ മിൽക്കിനെ എന്താ ഇൻ ടു കർഡായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കർഡ് മിൽക്ക് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നു. കേർഡ് കണ്ടെയ്ൻസ് എ ബാക്ടീരിയ കോൾഡ് ലാക്ടോബാസിലസ്. ഈ കേർഡിൽ ഒരു ബാക്ടീരിയ ഉണ്ട്, അതിൻ്റെ പേരാണ് ലാക്ടോബാസിലസ്. എന്താണ്? ലാക്ടോബാസിലസ്. ദ ലാക്റ്റിക് ആസിഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദീസ് ബാക്ടീരിയ നറിഷ് ദംസെൽസ് വിത്ത് മിൽക്ക്. അതായത് ദ ലാക്റ്റിക് ആസിഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, ഈ ബാക്ടീരിയ ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ പേരാണ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? ലാക്ടോബാസിലസ്. അപ്പോൾ ലാക്ടോബാസിലസ് എന്ന ഈ ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതെവിടെയാണ് കാണപ്പെടുന്നത്? കേർഡിലാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെൻ ദീസ് ബാക്ടീരിയ നറിഷ് ദംസെൽസ് വിത്ത് മിൽക്കിൽ നിന്ന്, അതായത് നമ്മുടെ പാലുണ്ടല്ലോ, പാലിൽ നിന്ന് പോഷണം സ്വീകരിച്ച് ആ കേർഡിലുണ്ടായിരുന്ന വളരെ കുറച്ച് കേർഡ് നമ്മൾ ഈ പാലിൽ ആഡ് ചെയ്തില്ലേ, അപ്പോൾ ആ കേർഡിൽ കുറച്ച് ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ ഈ ആഡ് ചെയ്ത ആ പാലിൽ നിന്ന് പോഷണം സ്വീകരിക്കുന്നു. നറിഷ്യ എന്ന് വെച്ചാൽ പോഷണം സ്വീകരിക്കുക. പോഷണം സ്വീകരിച്ച് അതെന്ത് ചെയ്യുന്നു? ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു വിത്ത് ദ പ്രസൻസ് ഓഫ് ദിസ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ അവിടെ ആ പ്രസൻ്റ് ആയിട്ടുള്ള, അപ്പോൾ അവിടെ വന്ന ആ ലാക്റ്റിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിലാണ് സോർ ടേസ്റ്റ് ടു കർഡ്. ആ കേർഡിന് എന്ത് വന്നത്? സോർ ടേസ്റ്റ് വന്നത്. കർഡല്ല, അത് പാലാണ്. ആ പാലിനൊരു സോർ ടേസ്റ്റ് വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് പേരിട്ട് വിളിക്കുന്നത്? കേർഡ്, തൈര് എന്ന പേരിട്ട് വിളിക്കുന്നത്. മനസ്സിലായോ ഇതെന്താണെന്നുള്ളത്? അപ്പോൾ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ലാക്ടോബാസിലസ് എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? കേർഡിൽ അല്ലേ? കേർഡിലാണ് ഈ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഈ പ്രസൻസ് ഓഫ് ദിസ് ലാക്ടോബാസിലസ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ്, പ്രസൻസ് ഓഫ് ദിസ് ലാക്റ്റിക് ആസിഡ്, ഈ ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞ ആസിഡിൻ്റെ പ്രസൻസ് ആണ് നമ്മുടെ തൈരിന് എന്ത് കൊടുക്കുന്നത്? സോർ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ദ ആസിഡ് വിച്ച് ഗീവ്സ് സോർ ടേസ്റ്റ് ടു കേർഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ദ ആസിഡ് പ്രസൻറ്റ് ഇൻ ടൊമാറ്റോ. നമ്മുടെ തക്കാളിയിലുള്ള ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡ്.
അപ്പോൾ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ ടെക്സ്റ്റിൽ. ഈ ബോക്സിലുള്ള എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കിയോ, ഒന്നാമത്തത് ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ തൈര്, കേർഡ്. എന്താ അതിലിറങ്ങിയിട്ടുള്ള ആസിഡ് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ, ഏതാ? ലാക്റ്റിക് ആസിഡ്. അടുത്ത വിനെഗർ, വിനെഗറിലുള്ളത് അസൈറ്റിക് ആസിഡ്. ലെമൺ, സിട്രിക് ആസിഡ്. ടാമറിൻഡ്, പുളി, ടാമറിൻ, ടാർട്ടാറിക് ആസിഡ്. ആപ്പിൾ, മാലിക് ആസിഡ്. ഗൂസ്ബെറി, അസ്കോർബിക് ആസിഡ്. ടൊമാറ്റോ, ഓക്സാലിക് ആസിഡ്. അടുത്തത് നെയിം ദ ആസിഡ്സ് യൂസ്ഡ് ഇൻ ലബോറട്ടറീസ്. നമ്മൾ ഈ ലബോറട്ടറീസിൽ സാധാരണ യൂസ് ചെയ്യുന്ന ആസിഡ് എന്താണ്? അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ലബോറട്ടറിയിൽ നമ്മൾ സ്ട്രോങ് ആസിഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്ട്രോങ് ആസിഡ്സ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ലബോറട്ടറിയിൽ. എന്നാൽ നമ്മുടെ ഫുഡ് ഐറ്റംസിലൊക്കെ കാണപ്പെടുന്നത് വീക്ക് ആസിഡ്സ് ആണ്. വീക്കായിട്ടുള്ള ആസിഡ്സ് ആണ് ഫുഡ് ഐറ്റംസിൽ കാണപ്പെടുന്നത്. എന്നാൽ ലബോറട്ടറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രോങ് ആസിഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായിട്ട് എഴുതുന്നതും സ്ട്രോങ് ആസിഡ്സിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാലും ഈ സെയിം ഇത് തന്നെ എഴുതാം കേട്ടോ. ഒന്നാമത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. 2 നൈട്രിക് ആസിഡ്. 3 സൾഫ്യൂറിക് ആസിഡ്. 4 അസറ്റിക് ആസിഡ്. മനസ്സിലായല്ലോ? നെയിം ദ ആസിഡ്സ് യൂസ്ഡ് ഇൻ ലബോറട്ടറീസ് ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ് ആൻഡ് അസറ്റിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. നെയിം ദ ആസിഡ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ ബോഡി ഓഫ് ആൻസ്. നമ്മുടെ ഉറുമ്പില്ലേ, ഉറുമ്പിൻ്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിൻ്റെ ആൻസർ ഏതാണ്? ഫോമിക് ആസിഡ്. ഏതാണ്? ഫോമിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് കോസ് വെൻ ആസിഡ് ദാറ്റ് സ്പിൽ ഇൻ അവർ ബോഡി. അതായത് ഈ ആസിഡ് തെറിച്ച് നമ്മുടെ ബോഡിയിലോട്ട് വീഴുന്നു, അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന്. ആസിഡ് വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആസിഡ് എവിടെയാണോ വീഴുന്നത് അവിടെ പൊള്ളും, അതാണ് സംഭവിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് ആസിഡ് വീണ് കഴിഞ്ഞാൽ. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള ആൻസറാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് ആസിഡ് വീണാൽ പൊള്ളും, അത് നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്ന ആൻസറാണ്. പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ആസിഡ്സ് ക്യാൻ അബ്സോർബ് വാട്ടർ. ആസിഡിന് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളത്തിനെ, വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആൻഡ് ലിബറേറ്റ് ഹീറ്റ്, എന്നിട്ട് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യും, താപത്തിനെ പുറത്തു വിടുന്നു. അപ്പോൾ ആസിഡിന് എന്ത് ചെയ്യാൻ പറ്റും? ആസിഡിന് കഴിയും എന്താണ്? അബ്സോർബ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് ലിബറേറ്റ് ഹീറ്റിന് അപ്പോൾ ലിബറേറ്റ് ചെയ്യുന്നു, സ്വതന്ത്രമാക്കുന്നു. ഇഫ് ആസിഡ് ഗെറ്റ്സ് ഓൺ ദ ബോഡി, നമ്മുടെ ബോഡിയിൽ ആസിഡ് വന്നാൽ അല്ലെങ്കിൽ വീണാൽ, ഇറ്റ് അബ്സോർബ് വാട്ടർ, നമ്മുടെ ബോഡിയിലുള്ള വാട്ടറിനെ ഇത് അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് ലിബറേറ്റ് ഹീറ്റ്, അവിടെ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നു. അപ്പം ഇറ്റ് കോസ് ബേൺസ്, ഇത് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുന്നു? ബേൺ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ പൊള്ളൽ ഉണ്ടാക്കുന്നു. മനസ്സിലായോ? ആസിഡ്സ് ക്യാൻ അബ്സോർബ് വാട്ടർ ആൻഡ് ലിബറേറ്റ് ഹീറ്റ്, അത് സാധാരണയായി ആസിഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ആസിഡ് എന്ത് ചെയ്യുന്നു? വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ ആസിഡ് വന്ന് വീഴുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള വാട്ടറിനെ അത് അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നു. ഈ ഹീറ്റ് നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാക്കും? ബേൺ ചെയ്യും അല്ലെങ്കിൽ പൊള്ളലുണ്ടാക്കും. ഇതാണ് അവിടെ സംഭവിച്ചത്. മനസ്സിലായല്ലോ? അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നെയിം ദ ബേസസ് കോമൺലി യൂസ്ഡ് ഇൻ ലബോറട്ടറീസ്. നമ്മളെ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ബേസുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പേരാണ് സ്ലേക്കട്ട് ലൈം. എന്താണ്? സ്ലേക്കട്ട് ലൈം. എന്താണ് ഈ സ്ലേക്കട്ട് ലൈം എന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ണാമ്പ് കേട്ടോ. ചുണ്ണാമ്പ് അറിയാമല്ലോ, ചുണ്ണാമ്പ്, അതിനാണ് സ്ലേക്കട്ട് ലൈം എന്നാണ്. അപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ബേസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേര് സ്ലേക്കട്ട് ലൈം എന്നാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സ്ലേക്കട്ട് ലൈം ഒന്നാമത്തെ ബേസ്. രണ്ടാമത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ്, അത് നോർമലി അറിയപ്പെടുന്നത് കാസ്റ്റിക് സോഡ. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ ചോദിക്കും, ഡാഷ് ഈസ് നോൺ ആസ് കാസ്റ്റിക് സോഡ. അപ്പോൾ ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ. ഇനി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അതെന്താണ്? കാസ്റ്റിക് പൊട്ടാഷ്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡ. ഹൈഡ്രോക്സൈഡിൻ്റെ കാസ്റ്റിക്, സോഡിയം, അപ്പോൾ സോഡ. ഇനി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ കാസ്റ്റിക് പൊട്ടാഷ്. ഓക്കെ ആണല്ലോ? ഇത് മൂന്നുമാണ് ബേസ്, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ബേസ്. അടുത്തത് വാട്ട് പ്രിക്കോഷൻസ് ഷുഡ് വി ടേക്ക് ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് വൈൽ ഹാൻഡ്ലിങ് കെമിക്കൽസ്. നമ്മൾ കെമിക്കൽസൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉള്ള ആക്സിഡൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം? ഏതൊക്കെയാണ്? ഒന്നാമത്തത് അവോയ്ഡ് സ്പില്ലിംഗ് ഓൺ ബോഡി പാർട്സ്. നമ്മുടെ ബോഡി പാർട്സിൽ വീഴുന്നത് ഒഴിവാക്കണം അല്ലേ. ദെൻ ഡോണ്ട് ടച്ച് വിത്ത് ഹാൻഡ്സ്. നമ്മളെ കൈ വച്ചിട്ട് നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. അടുത്തത് ഡോണ്ട് സ്മെൽ. കുറച്ച് ആസിഡ് ഉണ്ട്, അതിനെ ഉടനെ എടുത്ത് നമ്മൾ സ്മെൽ ചെയ്യാൻ പാടില്ല അല്ലേ. അപ്പോൾ ഡോണ്ട് സ്മെൽ ചെയ്യരുത്. ഡോണ്ട് ടേസ്റ്റ്, അതിൻ്റെ അടുത്ത് നാവിലൊന്നും വയ്ക്കാൻ പാടില്ല. ഡോണ്ട് ടേസ്റ്റ്.
അടുത്തത് യൂസ് എ ഡ്രോപ്പർ വൈൽ ടേക്കിംഗ് ഔട്ട് ആസിഡ് ഫ്രം എ ബോട്ടിൽ. ഒരു ബോട്ടിൽ നിന്ന് ആസിഡിനെ നമ്മൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രോപ്പർ യൂസ് ചെയ്യണം. എന്താണ് യൂസ് ചെയ്യാനുള്ളത്? ഡ്രോപ്പർ. യൂസ് എ ഡ്രോപ്പർ. ഒരു ഡ്രോപ്പർ യൂസ് ചെയ്യുക. എന്താ? വൈൽ ടേക്കിംഗ് ആസിഡ് ഔട്ട് ഫ്രം ദ ബോട്ടിൽ. ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ആസിഡ് എടുക്കാൻ വേണ്ടി നമ്മൾ ഡ്രോപ്പർ യൂസ് ചെയ്യാം. അടുത്തത് യൂസ് എ ഹോൾഡർ വൈൽ യൂസിങ് എ ടെസ്റ്റ് ട്യൂബ്. നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡർ യൂസ് ചെയ്യുക. ഒരു ടെസ്റ്റ് ട്യൂബ് അതിൻ്റെ അകത്ത് കുറച്ച് ആസിഡ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആസിഡിനെ നമുക്കിങ്ങനെ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഡയറക്റ്റ് ആ ടെസ്റ്റ് ട്യൂബ് എടുക്കാൻ പാടില്ല. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഒരു ഹോൾഡർ യൂസ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. വെൻ ആസിഡ് റിയാക്ട് വിത്ത് ദ മെറ്റൽ ഡാഷ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഒരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ. എന്താണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ഹു ഡിസ്കവേർഡ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകം ഡിസ്കവർ ചെയ്തത് ഹെൻറി കാവൻഡിഷ്. അതാണ് ഹെൻറി കാവൻഡിഷ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന് പറയുന്ന ആ വേർഡിൻ്റെ മീനിങ് എന്താണ്? പ്രൊഡ്യൂസിങ് വാട്ടർ. ജലത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ജലത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. പ്രൊഡ്യൂസിങ് വാട്ടർ, അതാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന ആ വേർഡിൻ്റെ മീനിങ്. ഇതിൻ്റെ അടുത്ത പോർഷൻ നമുക്ക് അടുത്തൊരു ക്ലാസ്സിലായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.